ബൈബിളിൽ പറയുന്ന ഒരു ഇതുണ്ട്, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ലൈക്ക് അത്രയും മതി നിങ്ങൾ. അങ്ങനെ ഞാൻ എന്നിട്ട് ഇങ്ങനെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഞാൻ കേക്ക് മുറിക്കുന്നത്, അതൊക്കെ ഞാൻ ഇങ്ങനെ രണ്ടും ഈക്വൽ ആയാലും ഈ ലോ ഓഫ് അട്രാക്ഷൻ ആയാലും മാനിഫെസ്റ്റേഷൻ ആയാലും നടക്കുള്ളൂ. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് പോഡ്കാസ്റ്റ് നമ്പർ 2 ആണ്. ഓക്കെ, നമ്മളുടെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി മാനിഫെസ്റ്റേഷനെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. പക്ഷെ ഞാൻ ഓരോ കാര്യങ്ങളും നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മാനിഫെസ്റ്റേഷനെ പറ്റി പറയുന്നതിന് മുന്നേ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നും അതിൽ വരുന്ന പ്രിൻസിപ്പിൾസ് അതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനിഫെസ്റ്റേഷനെ പറ്റി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ലിറ്ററലി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലുള്ള തോട്ട്സ്, ഇമോഷൻസ്, ബിലീഫ്സ് ഇതെല്ലാം അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പവർഫുൾ പാക്കാണ്. ഒരു റിയാലിറ്റി ഓഫ് ലൈഫിൽ നിന്ന് അട്രാക്ട് ചെയ്യും, നമ്മളുടെ തോട്ട്സും ഇമോഷൻസും എല്ലാം അട്രാക്ട് ചെയ്യും, മാനിഫെസ്റ്റ് ചെയ്ത് അത് നമ്മുടെ ലൈഫിലേക്ക് ആർഗ്യൂ ചെയ്തെടുക്കുകയും ചെയ്യുന്നതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം വിചാരിക്കുക, നമ്മൾ ഈ കെമിസ്ട്രി ഫിസിക്സിൽ ഒരുപാട് ലോസ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ലോ ആണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പല സൗണ്ട് കേൾക്കാവും, കേൾക്കുമായിരിക്കും അല്ലേ. നമുക്ക് പ്രിൻസിപ്പിൾസ് നോക്കാം. ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലൈക്ക് ഒരു 3-4 കമ്പോണൻസ് ആണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലൈക്ക് അട്രാക്ട് ലൈക്ക്. ഈ ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്ന് പറയുമ്പോൾ അതായത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡിലുള്ള ആ ഒരു ഇമോഷൻ, ബിലീഫ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങള് നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ളതും ഈക്വൽ ആക്കുക. അതായത് നമ്മളുടെ തിങ്കിങ്സിനും എല്ലാത്തിനും ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ ഒരു വൈബ്രേഷൻ അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കും അൺകോൺഷ്യസ് മൈൻഡിലുണ്ട്. അപ്പൊ ഈ രണ്ട് വൈബ്രേഷൻസും സിമിലർ ആണ്, ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു കാര്യം ഈസിലി നമുക്ക് വൈബ്രേഷൻസ് ആണ് സെയിം ആവുകയാണെങ്കിൽ അത് നമുക്ക് ഈസിലി നമുക്ക് ആർഗ്യൂ ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് തോട്ട്സ് ബിക്കം റിയാലിറ്റി. അതായത് നമ്മൾ ചിന്തിച്ചിരുന്നിട്ട് മാത്രം കാര്യമില്ല, ഈ തോട്ട്സ് നമ്മൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം. അത് നമ്മൾ ലൈക്ക് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് മാത്രം കാര്യമില്ല, ഓക്കെ എനിക്ക് അത് കിട്ടും എന്ന് ഇരുന്നിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ കുറച്ചൊക്കെ അതിൻ്റെ എഫേർട്ട് ഇടണം. അതുപോലെ തന്നെ കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്, അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക, ലൈക്ക് എഴുതുക എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള കുറച്ച് ട്രിക്സ് ലൈക്ക് ലിറ്ററലി ഉണ്ട്. അങ്ങനത്തെ ട്രിക്സ് ഞാൻ ഷോർട്സ് ആയിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഞാൻ എഴുതി കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ട്രിക്സ് ഞാൻ ഇന്നോ നാളെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ തോട്ട്സ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വൈബ്രേഷൻ ഫ്രീക്വൻസി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് നമ്മളുടെ ബോഡിക്കും അതുപോലെ തന്നെ മൈൻഡിനും വൈബ്രേഷൻസ് ഉണ്ട്. അതായത് ലൈക്ക് നമ്മുടെ ബോഡിയിലുള്ള വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇമോഷൻസ്, അത് ഇമോഷൻസ് ഏത് സ്റ്റേറ്റ് ഓഫ് ലെവലിലാണോ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ലെവലിലായിരിക്കും നമ്മുടെ വൈബ്രേഷൻ ഉണ്ടാവും. ഓക്കെ, അതുപോലെ നമ്മുടെ മൈൻഡിനും അൺകോൺഷ്യസ് മൈൻഡിനായാലും കോൺഷ്യസ് മൈൻഡിലുള്ള വൈബ്രേഷൻസ് ഉണ്ട്. ഇത്രയുടെ ഈക്വൽ ആയാലും നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ നമ്മുടെ നടക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലൈക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ വിചാരിക്കും ഓക്കെ അപ്പോൾ എന്തും വേണമെങ്കിലും നടക്കും, അങ്ങനെയല്ല ഇത്. അതായത് നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഇന്ന നിലയിലെത്തണം, ലൈക്ക് ഇപ്പോൾ ഞാൻ ആണെങ്കിൽ എനിക്കൊരു 10K 100K സബ്സ്ക്രൈബേഴ്സ് ആവണം, അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിക്കുക. അതല്ലാണ്ട് ലൈക്ക് നമുക്ക് ഒരാളോട് ദേഷ്യമുണ്ട്, ലൈക്ക് അവരൊരിക്കലും നന്നാവരുത്, അങ്ങനെയൊന്നും നമ്മൾ ആഗ്രഹിച്ചാൽ ഒരിക്കലും നടക്കാൻ പോകില്ല. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ആഗ്രഹിക്കുക, അത് നടക്കും. ലിറ്ററലി നമ്മൾക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡാണ് വേണ്ടത്, ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് വേണം. അതുപോലെ തന്നെ ആ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി വേണം. നിങ്ങളിപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും നടക്കും, ഇതൊക്കെ ശരിക്കും നടക്കുന്നതാണോ, അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കാൻ പറ്റില്ല. പിന്നെ എന്നോട് വന്ന് പറയട്ടെ എനിക്കൊന്നും ഞാൻ എഴുതിയിട്ടും പഠിച്ചിട്ടൊന്നും നടക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തന്നെ വിശ്വസിക്കാം. ബൈബിളിൽ പറയുന്ന ഒരു ഇതുണ്ട്, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ലൈക്ക് അത്രയും മതി, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസം. പക്ഷെ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അതായത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ കടുകുമണി എന്ന് പറയുന്നത് നമ്മളിവിടെ കാണുന്ന കടുകല്ല. ഓക്കെ, അത് പുറത്ത് ആ ഒരു രാജ്യത്തുള്ള ഒരു കടുക് എന്ന് പറയുന്നത് ആ ഒരു സാധനം പൊട്ടിച്ച് കഴിയുമ്പോൾ അതിനുള്ളിൽ നിറച്ച് ഫീലിങ്സ് ആണ്. മനസ്സിലായി, അതിലൊരു തുള്ളി സ്ഥലം പോലും ഇല്ല. അപ്പൊ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കുഞ്ഞു സാധനമെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫുൾ ഫീലിങ്സ് ഇല്ലേ, ആ ഒരു ഫീലിങ്സ് പോലെ ആയിരിക്കണം നിങ്ങളുടെ വിശ്വാസം. ഒരിത്തിരി ആണെങ്കിലും ആ ഒരു ഇത്തിരി ഫുൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏത് കാര്യമായാലും നടക്കും. നമ്മുടെ ഇന്റൻഷൻ ആൻഡ് ഫോക്കസ് അത് ക്ലിയർ ഇതായിരിക്കണം. അതായത് നമ്മളൊരു നെഗറ്റീവ് തോട്ട് ആയിരിക്കരുത് ഒരിക്കലും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ഇന്റൻഷൻ ഫുള്ളി നമ്മൾ പോസിറ്റീവ് മെന്റാലിറ്റിയിലുള്ളതായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യാം. ഈ ഫോക്കസ് ചെയ്യാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ നെക്സ്റ്റ് ഷോർട്സിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ഏതൊരു 5 days 7 days ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കുക. അതായത് നിങ്ങൾ ലിറ്ററലി ആരും കാണാണ്ട് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുറത്തു പോയിട്ട് ലൈക്ക് ഒരു
ഒരു ട്രസ്റ്റ് ഇല്ലാത്ത പോലെ കാണിക്കാം. ഇപ്പൊ ഞാൻ ഒരു കാര്യം, അതായത് നമുക്ക് നാളെ ഒരു എക്സാം ഉണ്ട്. സോ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ എഴുതിയൊക്കെ വെച്ചു. എന്നിട്ട് നാളെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിട്ട് പറയും എനിക്ക് തോന്നുന്നില്ല ഞാൻ പാസ്സാവും, എനിക്ക് നല്ല പേര് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയും അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ലൈക്ക് ആ മാനിഫെസ്റ്റേഷൻ അവിടെ നടക്കില്ല. ഓക്കെ, അപ്പൊ നമ്മളെ ലൈക്ക് നമ്മളെ ടിപ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മൈൻഡും കൂടെ അത് ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി രണ്ടും ഈക്വൽ ആയാലും ഈ ലോ ഓഫ് അട്രാക്ഷൻ ആയാലും മാനിഫെസ്റ്റേഷൻ ആയാലും നടക്കുള്ളൂ. എന്ന് പറയുന്നത് ബിലീഫാണ്. നിങ്ങൾ വിശ്വസിക്കുക. ലൈക്ക് എല്ലാത്തിനും അടിസ്ഥാനം വിശ്വാസമാണ്. അതിപ്പോ ഈ ലോ ഓഫ് അട്രാക്ഷൻ ആയാലും ഈ മാനിഫെസ്റ്റേഷൻ ആയാലും അതുപോലെ തന്നെ നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ആ വിശ്വാസമായാലും ലൈക്ക് നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യമായാലും നടക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ വിചാരിക്കണം ഓക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ പോരെ അത് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെയല്ല, അതൊരിക്കലും നമ്മൾ തിങ്കിങ് മാത്രമല്ല, അതായത് നമ്മൾ ജസ്റ്റ് തിങ്ക് ചെയ്യുക പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ്. അത് കൂടാതെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനുള്ള നമ്മൾ ലൈക്ക് മാനിഫെസ്റ്റേഷൻസ് ആയാലും അഫർമേഷൻസ് ആയാലും നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പൊ അതെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കുക. അത് എന്തിലായാലും മാനിഫെസ്റ്റേഷനിലായാലും അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ബിലീഫിലായാലും നിങ്ങൾ വിശ്വസിക്കുക. വിശ്വാസമാണ് ആദ്യം നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ കൂടെ പറയാം ഓക്കെ അതെനിക്ക് നടക്കും. ഇപ്പൊ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് 10K 100K സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കൂടെ പറയാം ലൈക്ക് എനിക്ക് പ്ലേ ബട്ടൺ കിട്ടി. ഞാൻ ഇടയ്ക്ക് എന്റെ നോട്ടിൽ ഞാൻ ഇങ്ങനെ വരക്കും, പ്ലേ ബട്ടൺ വരക്കും. പിന്നെ ഈ പ്ലേ ബട്ടണിലുള്ളത് യു ആർ പാസിംഗ് 1 lakh സബ്സ്ക്രൈബേഴ്സ് നൗ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ഞാനിങ്ങനെ എഴുതി വെക്കും. ലൈക്ക് അങ്ങനെ ഞാൻ എന്നിട്ട് ഇങ്ങനെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഞാൻ കേക്ക് മുറിക്കുന്നത് അതൊക്കെ ഞാനിങ്ങനെ മൈൻഡിൽ എന്താ അടിപൊളിയായിരിക്കും അങ്ങനെ ആലോചിക്കും. നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കാം? ഇപ്പൊ 10th എക്സാം ആണ്, 10th എക്സാം പഠിക്കുന്ന ഫുൾ A+ കിട്ടണം എന്നായിരിക്കും. +2 എക്സാം ഉള്ളവർക്ക് അവിടെയും നല്ല മാർക്ക് കിട്ടണമെന്നൊക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഫുൾ A+ ഉള്ളത്, നല്ല മാർക്ക് ഉള്ളത്, അതൊക്കെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, എഴുതി വെക്കുക. ഓക്കെ, താങ്ക് യു ഗോഡ് ഫോർ ഗോഡ് എന്ന് തന്നെ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണ് അങ്ങനെ പറഞ്ഞത്. താങ്ക് യു ഗോഡ് ഫോർ റിസീവിംഗ് ഫുൾ A+ ഓൺ 10th ബോർഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, ഞാൻ ആ ഒരു ടെക്നിക്ക് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. സോ അപ്പൊ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഓൾമോസ്റ്റ് ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് എടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ എല്ലാം പറഞ്ഞു തന്നെങ്കിൽ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാൻ, ഞാൻ അതിനുള്ള റിപ്ലൈ കമന്റ് ബോക്സിൽ തരാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ഞാൻ മാനിഫെസ്റ്റേഷൻ എന്നുള്ള ടോപ്പിക് എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ എന്നുള്ള ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ടാറ്റാ ബൈ ബൈ. നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കാം? ഇപ്പൊ 10th എക്സാം ആണ്, 10th എക്സാം പഠിക്കുന്ന ഫുൾ A+ കിട്ടണം എന്നായിരിക്കും. +2 എക്സാം ഉള്ളവർക്ക് അവിടെയും നല്ല മാർക്ക് കിട്ടണം എന്നൊക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഫുൾ A+ ഉള്ളത്, നല്ല മാർക്ക് ഉള്ളത്, അതൊക്കെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, എഴുതി വെക്കുക. ഓക്കെ, താങ്ക് യു ഗോഡ് ഫോർ ഗോഡ് എന്ന് തന്നെ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണ് അങ്ങനെ പറഞ്ഞത്. താങ്ക് യു ഗോഡ് ഫോർ റിസീവിംഗ് ഫുൾ A+ ഓൺ 10th ബോർഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, ഞാൻ ആ ഒരു ടെക്നിക്ക് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. സോ അപ്പൊ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഓൾമോസ്റ്റ് ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് എടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ എല്ലാം പറഞ്ഞു തന്നെങ്കിൽ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാൻ, ഞാൻ അതിനുള്ള റിപ്ലൈ കമന്റ് ബോക്സിൽ തരാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ഞാൻ മാനിഫെസ്റ്റേഷൻ എന്നുള്ള ടോപ്പിക് എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ എന്നുള്ള ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ടാറ്റാ ബൈ ബൈ.